എന്നാലും പുത്തനുടുപ്പും ബാഗുമൊക്കെയായി സ്കൂളിൽ പോകാൻ കഴിയാത്ത ഒരു വിഭാഗം കുട്ടികൾ നമുക്കിടയിലുണ്ട്. അപ്രതീക്ഷിതമായി ശക്തി പ്രാപിച്ച മഴയാണ് അവരുടെ യാത്രയ്ക്ക് തടസ്സമായത്. ആലപ്പുഴ തുമ്പോളി സെന്റ് തോമസ് ഹൈസ്കൂളിൽ നിന്ന് ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കണ്ടുവരാം. നാടെങ്ങും പ്രവേശനോത്സവത്തിന്റെ തിരക്കുകളിലാണ്. അതിനിടയിൽ തന്നെ ചില കുട്ടികൾ ഇത്തവണ സ്കൂളുകളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. പ്രതീക്ഷിക്കാതെ വന്ന മഴ തന്നെയാണ് അവരുടെ പഠന സാഹചര്യങ്ങളെ മുടക്കിക്കൊണ്ട് ഇത്തവണ വില്ലനായി മാറിയത്. ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ 18 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആയി സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ 40 സ്കൂളുകൾ വെള്ളക്കെട്ടുകളുടെ പ്രശ്നവും ഉണ്ട് എന്നുള്ളതാണ്. പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ടുകളുടെ പ്രശ്നമുള്ള സ്കൂളുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയാണെങ്കിൽ കഴിയുന്ന വിധം പ്രവേശനോത്സവവുമായി മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ വൈകിട്ടോടുകൂടി ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി നൽകുകയും ചെയ്തു. ഞാനിപ്പോൾ ഉള്ളത് തുമ്പോളി സെന്റ് തോമസ് ഹൈസ്കൂളിലാണ്. അവിടെയും ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. തീരദേശ മേഖലയിൽ നിന്നുള്ള ആളുകളാണ് ഇത്തവണ ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്രതീക്ഷിതമായിട്ട് അല്ലെ മഴ നേരത്തെ വന്ന് ചതിച്ചു അല്ലെ? എന്താ അവസ്ഥ? എന്താ നമുക്ക് വീട് അലമാരയുടെ 2 തട്ടോളം വെള്ളം പൊങ്ങിയായിരുന്നു. അപ്പൊ ഈ കുഞ്ഞൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ കഴിയാൻ പറ്റത്തില്ല. അങ്ങനെ വെള്ളത്തിൽ ഫൗണ്ടേഷത്തിൽ നിന്ന് വീണാണ് എന്റെ കൈ ഒടിയുകയും ചെയ്ത്. അങ്ങനെ വീണതാ മഴ സമയത്ത്. എത്ര പേര് ഈ ക്യാമ്പിൽ കുട്ടികളുണ്ട്? ക്യാമ്പില് ഇരിക്കുന്ന പിള്ളേർ 6 മക്കള് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. ഉണ്ട്. ഒരു 1ാം ക്ലാസ് ഈ വർഷം ചേർന്നതുള്ളായിരുന്നു. ഒരാൾ ചേർത്തതേ ഉള്ളൂ. എന്താ മോളുടെ പേരെന്താ? മോളുടെ ജോസ്ന. സ്കൂളിൽ പോകാൻ ബാഗൊക്കെ വാങ്ങിയിരുന്നോ? ബാഗും ബുക്കൊക്കെ വാങ്ങിയിരുന്നോ? എല്ലാം കിട്ടിയായിരുന്നല്ലേ? പോകാനൊന്നും മടിയൊന്നും ഇല്ലായിരുന്നല്ലേ? ആ ആണ്. ഹലോ, അയാളെന്തായാലും ചിരിച്ചോണ്ടിരിക്കുവാണ്. ഏത് സ്കൂളിലാണ്? ഇവിടെ തന്നെ പഠിക്കുന്ന കുട്ടിയാണോ? ഏത് ഡിവിഷനിലായിരുന്നു മോൻ? അല്ല, ഏത് ക്ലാസ്സിലായിരുന്നു അത് പറ. ഡിവിഷൻ നോക്കട്ടെ. ഏത് ക്ലാസ്സിലായിരുന്നു? 6ല്. ഇത്തവണ സ്കൂളിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നോ? അവരൊക്കെ ഒരു എന്താ പറയാ, ഇവിടെ ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോ തന്നെ ഒരു പേരന്റ് ഒരു കുട്ടിയെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തില് ഇന്നലെ വൈകി അറിയിപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണല്ലേ. ഏത് ക്ലാസ്സിലാ? 8ലേക്കായി. ഇവിടെ ഈ സ്കൂളിലെ കുട്ടി തന്നെയാണ് അല്ലേ? എന്താ മോന്റെ പേരെന്താ? സച്ചു. എല്ലാ സ്കൂളിൽ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പോ എടുത്തിരുന്നോ? എത്ര ദിവസമായി വന്നിട്ട് ഇവിടെ ക്യാമ്പിൽ വന്നിട്ട്? ബുധനാഴ്ച. അതാണ് അവര് സ്കൂളിൽ പോയി. ഇന്നും അവർക്ക് അവധിയുടെ മൂഡ് തന്നെയാ. ഇപ്പൊ നമ്മളോട് ഹെഡ് മിസ്ട്രസ് ഉണ്ട്. ടീച്ചറെ, നിങ്ങളെല്ലാം തയ്യാറെടുത്തിരുന്നോ? ഞങ്ങള് ശനിയാഴ്ച വരെ ഇങ്ങനെ ഒരു അവധി ചിലപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ശനിയാഴ്ച അവധി പ്രഖ്യാപിക്കാതിരുന്നത് കൊണ്ട് ഇന്നലെ വന്ന്, ഞായറാഴ്ചയാണ് ഞങ്ങളുടെ മുഴുവൻ സ്റ്റാഫ് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. പേരന്റ്സിനെയൊക്കെ അറിയിച്ചു, കുട്ടികളുടെ ക്ലാസ്സുകളിലേക്ക് അറിയിച്ചു. ഞങ്ങൾ കുട്ടികൾക്കുള്ള ഫുഡെല്ലാം അറേഞ്ച് ചെയ്തു. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് നാളെ രാവിലെ, അതായത് ഇന്ന് രാവിലെ ഈ ക്യാമ്പ് ഒഴിപ്പിച്ചു തരും. അവർ രാവിലെ വന്ന് ക്ലീൻ ചെയ്തൊക്കെ തരാം. അപ്പൊ നമുക്ക് അസൗകര്യം ഉണ്ടാകത്തില്ലെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ ഒരു 8 മണിയോടുകൂടിയാണ് കളക്ടറുടെ ഓർഡർ നമുക്ക് കിട്ടിയത്. അത് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ ഏകദേശം ഒരു 540 കുട്ടികളോളം പഠിക്കുന്നു. സർക്കാർ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും പ്രവേശനോത്സവം ഭയങ്കര ആഘോഷമല്ല സാറേ? തോരണങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോ എല്ലാ സ്കൂളുകളിലും അങ്ങനെയാ കയറി ചെല്ലുമ്പോ. ഇപ്പൊ ഇവിടെ അല്ലേ, ഇവിടെ നമുക്ക് പ്രവേശനോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ സമയത്താണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നത്. പാരന്റ്സ് ഒക്കെ ഒത്തിരി വിളിച്ചോ? കാരണം ഇന്നലെ വൈകിയല്ലേ? ഒത്തിരി പേര് വിളിച്ചിരുന്നു. അവരോട് നമുക്ക് വൈകി വന്ന ഈ അറിയിപ്പ് നമ്മൾ അവരെ അറിയിക്കുകയുണ്ടായി. സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ അറിയിക്കും. അങ്ങനെയായിരുന്നോ ടീച്ചറെ? ക്ലാസ് ഗ്രൂപ്പുകളിലെല്ലാം മെസ്സേജ് പാസ് ചെയ്ത്. കാരണം ഈ 4 റൂംസിൽ നമുക്ക് ഇവര് ക്യാമ്പ് ഉള്ളത് കൊണ്ട് കുട്ടികളെ നമുക്ക്. എത്ര ആളുകളുണ്ടെന്ന് കണക്ക്? ഇവിടെ 25 പേരുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം 18 പേരോളം ബാക്കിയുള്ളവർ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. അതാണ് 25 പേരുണ്ടെന്ന് പറഞ്ഞു. സ്കൂളിലൊക്കെ 7 പേരുണ്ടായിരുന്നു. വീടിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്താ ചേച്ചി? എന്റെ വീട് ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. എന്നുവെച്ചാ ഇപ്പോഴാണ് കറണ്ട് പോയത് കാരണം വീണ്ടും കറണ്ട് ശരിയാക്കിയപ്പോ എർത്തടിച്ച് നിൽക്കുക. ഷെഡാണ്. എപ്പോഴത്തേക്കൊക്കെ ഒന്ന് മാറാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു? 2 ദിവസമായിട്ട് മഴയ്ക്കൊരു ഇപ്പൊ മഴക്കൊരു ആശ്വാസമുണ്ട്. മഴ 2 ദിവസം മഴയില്ലാതെ നിന്നാല് ഞങ്ങൾക്ക് റെഡിയായി പോകാൻ കരുതുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ്. ഇവിടെ എത്ര കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾ എത്ര ഉണ്ട്? എനിക്കൊരു മോനേ ഉള്ളു. ബാക്കി +2 ആണ്. 3 കുട്ടികളുണ്ടല്ലേ? 3 കുട്ടികളാണ് ഇവിടെ ക്യാമ്പുകളിലേക്ക് ഉള്ളത്. അതിൽ തന്നെ 4 പേര്. ഒരാള് ഇന്ന് പുതുതായി സ്കൂളിലേക്ക് പോകേണ്ട ആളാണ്. ഇന്ന് 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടേണ്ട കുട്ടിയുമായിരുന്നു. എന്തായാലും അവളും ഇവിടെ ഉണ്ട്.
അടുത്ത ദിവസം വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെ അവർക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ്. തീരദേശ മേഖലയാണ്, അവിടെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുമുണ്ട്. മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയായിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് മഴയ്ക്കൊരു ശമനം ആലപ്പുഴ ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ സ്കൂളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ തുമ്പോളിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തീർച്ചയായും ആലപ്പുഴയിലെ ഈ കുരുന്നുകൾക്കും വളരെ വേഗം പുതിയ പ്രതീക്ഷകളുമായി സ്കൂളിന്റെ മുറ്റത്തേക്ക് എത്താൻ സാധിക്കട്ടെ. അതിനുള്ള സാഹചര്യം വളരെ വേഗം അനുകൂലമാകട്ടെ. എന്തായാലും സംസ്ഥാനമുടനീളം കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിന് തിരുമുറ്റത്തേക്ക് ആദ്യമായി എത്തുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനടക്കം വലിയ പരിപാടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് അടക്കം ഏർപ്പാടാക്കിയിട്ടുള്ളത്. എന്തായാലും ആദ്യമായി സ്കൂളിൽ പടി കാണുന്ന കുട്ടികളെ കാണുന്ന സുഹൃത്തുക്കളെ കാണുന്ന കുഞ്ഞുങ്ങളുടെ ഒക്കെ സന്തോഷവും സങ്കടവും കരച്ചിലും കൊഞ്ചലും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാ കുരുന്നുകൾക്കും ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകളും. ഈ വാർത്താരം